പറയുന്ന നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രത്തിന്റെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ അഷ്ടവസ്തുക്കളാണ്. ഏതുതരം ജോലി ഏൽപ്പിച്ചാലും ആ ജോലിയിൽ നമ്പർ 1 ആയിരിക്കും. യാത്ര കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ, യാത്രാപ്രിയരാണ്. പിന്നെ വസ്ത്രങ്ങളിലും ആഭരണാദികളും ഒക്കെ ധാരാളം ശേഖരിക്കുന്നവരായിരിക്കും. എപ്പോഴും മോടിയായ വസ്ത്രം ധരിക്കുക, മോടിയായിട്ട് ആഭരണം ധരിക്കുക, ഇതൊക്കെ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എവിടെ പോയാലും നല്ലവണ്ണം ഒരുങ്ങി മിടുക്കരായിട്ടും മെഡിക്കലായിട്ട് ഇവർ എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യത്തുള്ളൂ. പിന്നെ സൗന്ദര്യം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. നല്ല ചിരിയായിരിക്കും, നല്ല പല്ലായിരിക്കും. ഇവരെല്ലാ കാര്യവും പിടിയെന്ന ഇവർ തീരുമാനം എടുക്കുന്നത്. എന്താ അതിന്റെ വരുമരാഴിക എന്ന് ഇവർ ആലോചിക്കാറില്ല. തീർത്ത് ക്ഷമയില്ലാത്തവരാണ്. അപ്പോഴപ്പോൾ കാണുന്ന കാര്യത്തിന് ഇങ്ങനെ ചെയ്ത് അങ്ങ് പോകും. പിന്നെ വരുമരാഴിക ചിന്തിക്കുന്നത് എപ്പോഴും എടുത്തിയാട്ട ശീലമുണ്ട്. എടുത്തിയാട്ടം, കാള പെറ്റു കയറെടുത്തു എന്ന് പറഞ്ഞാൽ എടുത്തിയാട്ടം എല്ലാത്തിനും. നമ്മൾ അത് അവർ ഉപദേശിക്കുന്ന ഇഷ്ടവുമല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതല്ലേ, ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തുമില്ല. അന്നപാനീയങ്ങൾ, ശീതളപാനീയങ്ങൾ, ഇതൊക്കെയും ധാരാളം ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ഇവർ. മുൻകോപശീലമുണ്ട്, എടുത്തടിച്ച് സംസാരിക്കുന്ന ശീലമുണ്ട്. മനുഷ്യനോട് ക്ഷമ പറയാനുള്ള സ്വഭാവ ഗുണവും ഇവർക്ക്, ഈ അവിട്ട നക്ഷത്രക്കാർക്കുണ്ട്. കോപിക്കുന്ന ശീലം, മുൻദേഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ആ ഒരു കാര്യം മാത്രമേ ഇവരിൽ എടുത്തു പറയത്തക്ക ഒരു ദോഷവശം പറയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങളൊക്കെയാണ്. പിന്നെ സത്യം പറയുന്ന ശീലം, ധർമ്മനിഷ്ഠ, സമയനിഷ്ഠ, ഇതൊക്കെയും വേണ്ടതിലധികമുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ്.